ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സിനെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കാർപ്പൽസ് എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഗൈനീഷ്യം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കാർപ്പൽസ് എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചാണ്. ഈ കാർപ്പലിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പിസ്റ്റിൽ. കാർപ്പലിന്റെ മറ്റൊരു പേരാണ് പിസ്റ്റിൽ. കാർപ്പലിന് 3 പാർട്ടാണുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സോ എ കാർപ്പൽ ഹാസ് 3 പാർട്സ്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കുള്ളിൽ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓവ്യൂളിനുള്ളിൽ പിന്നീട് ഫീമെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ് ഡെവലപ്പ് ചെയ്യുന്നു. ഇനിയും ഈ ഗൈനീഷ്യത്തെ സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗൈനീഷ്യം നോക്കിയാൽ അതിൽ ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാർപ്പൽ ഉള്ള ഗൈനീഷ്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ കാർപ്പലറി ഗൈനീഷ്യം എന്ന് പറയും. ഇനിയും ഒരു ഗൈനീഷ്യത്തിൽ ഒന്നിൽ കൂടുതൽ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി കാർപ്പലറി ഗൈനീഷ്യം. ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ്? ഒരു ഗൈനീഷ്യം എടുത്താൽ ആ ഗൈനീഷ്യത്തിൽ ഒറ്റ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലേ ഉള്ളുവെങ്കിൽ അതിനെ എന്ത് പറയും? മോണോ കാർപ്പലറി ഗൈനീഷ്യം. ഇനി ഒരു ഗൈനീഷ്യം നോക്കിയാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽസ് കാണുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മൾട്ടി കാർപ്പലറി ഗൈനീഷ്യം എന്ന് പറയും. നിങ്ങൾ ആ ഡയഗ്രം ഒന്ന് നോക്കിയാൽ ഗൈനീഷ്യം എന്ന് എഴുതിയിട്ടൊരു ഡയഗ്രം കാണാം. ബോട്ടണി 9 B9 എന്ന് പറയുന്ന പേജിൽ ആ ഗൈനീഷ്യം എന്ന് പറഞ്ഞ് നോട്ട്സിൽ കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കാർപ്പലാണ്. സ്റ്റിഗ്മയും സ്റ്റൈലും താഴെ ഓവറി എന്നാണ് കാണിച്ചേക്കുന്നത്. അത് ആക്ച്വലി ഓവ്യൂൾ എന്ന് അവിടെ ആക്കുക. സോറി, ഓവറി തന്നെയാണ്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇപ്പൊ 3 പാർട്ടുകളും ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അതെന്താണ്? ഒരു കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലാണ്. ക്ലിയർ ആയല്ലോ. ഇനിയും ഈ മൾട്ടി കാർപ്പലറി പിസ്റ്റിലാണെങ്കിൽ അതിലെ കാർപ്പൽസ് ചില കേസിൽ ഫ്യൂസ് ചെയ്ത് ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. അങ്ങനെ കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റിൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ ആ കണ്ടീഷനെ ഒരു പേര് പറയും സിൻകാർപ്പസ് ഗൈനീഷ്യം. ഇപ്പൊ സിൻകാർപ്പസ് ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി കാർപ്പലറി ഗൈനീഷ്യത്തില് പിസ്റ്റിൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ സിൻകാർപ്പസ് ഗൈനീഷ്യം എന്ന് പറയും. ഇനിയും ഒരു മൾട്ടി കാർപ്പലറി ഗൈനീഷ്യത്തിലുള്ള പിസ്റ്റിൽസ് അല്ലെങ്കിൽ കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ അതിനെ അപ്പോകാർപ്പസ് ഗൈനീഷ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ സിൻകാർപ്പസ് ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ആ ഗൈനീഷ്യത്തിലുള്ള കാർപ്പലുകൾ പരസ്പരം യോജിച്ചിരിക്കുന്ന അവസ്ഥയാണോ? ഏതവസ്ഥയാണ്? യോജിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിനെ സിൻകാർപ്പസ് എന്നും, ഇനിയും ഒരു ഗൈനീഷ്യത്തിലുള്ള പിസ്റ്റിൽസ് അല്ലെങ്കിൽ കാർപ്പൽസ് യോജിച്ചിരിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? അപ്പോകാർപ്പസ് എന്നും പറയും. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു അപ്പോകാർപ്പസ് പിസ്റ്റിലിന്റെ ഡയഗ്രവും കൊടുത്തിട്ടുണ്ട്. അതായത് പിസ്റ്റിൽസ് ഫ്രീ ആണെങ്കിൽ അവിടെ ആ ഓരോ എതളുകൾ പോലെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓരോ കാർപ്പലിനെ അല്ലെങ്കിൽ പിസ്റ്റിലിനെയാണ്. അപ്പം ആ ഓരോ പിസ്റ്റിലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇനി നമ്മൾ ഒരു ഓവറിയുടെ അകത്തേക്ക് പോവാണ്. ഓവറിയുടെ അകത്തേക്ക് പോയാൽ ഓവറിക്കകത്ത് ഒരു ടിഷ്യൂ ആണ്. ഈ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ പ്ലാസന്റയിൽ നിന്നാണ് ഓവ്യൂൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്.
നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഈ പ്ലാസന്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഓവറിക്കകത്തുള്ള ഓവ്യൂളുകളുടെ അറേഞ്ച്മെന്റിനെയാണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നതെന്നും നമ്മൾ പലതരത്തിലുള്ള പ്ലാസന്റേഷൻ ഒക്കെ പഠിച്ചതാണ്. ഫ്രീ സെൻട്രൽ, ആക്സിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാസന്റേഷനുകളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഓവറിക്കുള്ളിൽ കാണുന്ന പ്ലാസന്റ എന്ന് പറയുന്ന ടിഷ്യൂവിൽ നിന്നാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഓവ്യൂൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒരു ഓവറിക്കകത്ത് ചില കേസുകളിൽ ഒരു ഓവ്യൂളെ കാണത്തുള്ളൂ. ചില കേസുകളിൽ ഒരു ഓവറിക്കകത്ത് ഒന്നിൽ കൂടുതൽ ഓവ്യൂൾസ് ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഓവറി ഫ്രൂട്ടാകുന്നു, ഓവ്യൂൾസ് സീഡാകും, അല്ലേ? അപ്പോൾ ഒരു ഓവറിക്കകത്ത് ഒരു ഓവ്യൂളെ ഉള്ളെങ്കിൽ ഫ്രൂട്ടിനകത്ത്, അതിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടിനകത്ത് ഒരു സീഡേ കാണത്തുള്ളൂ. ഒരു ഓവറിക്കകത്ത് 2 ഓവ്യൂൾസ് ആണുള്ളതെങ്കിലോ, യെസ്, അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ടിൽ 2 സീഡ്സ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. ഇനി ഇവിടെ പറഞ്ഞ ചില അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൈഡിലേക്ക് എഴുതിയിട്ടോണം. ഒന്ന്, അവിടെ നോട്ട്സിലൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. അതൊരു കൺഫ്യൂസിങ് ആണ്. അത് വെട്ടുക. അത് വെട്ടിയിട്ട് അതിന് പകരമായിട്ട് എഴുതേണ്ടത് ഗൈനീഷ്യം ഈസ് മെയ്ഡ് ഓഫ് യൂണിറ്റ്സ് കോൾഡ് കാർപ്പൽസ് ഓർ പിസ്റ്റിൽസ്. അവിടെ എഴുതിയേക്കുക, ഗൈനീഷ്യം ഈസ് മെയ്ഡ് ഓഫ് യൂണിറ്റ്സ് കോൾഡ് കാർപ്പൽസ് ഓർ പിസ്റ്റിൽസ്. Gynecium is made up of units called carpels or pistil. അടുത്ത ഒരു സെന്റൻസ് എഴുതുക, Gynecium with 1 pistil. Gynecium with 1 pistil. Monocarpellary. 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 Gynecium with more than 1 pistil. Gynecium with more than 1 pistil. Multicarpellary. 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 അടുത്തതായിട്ട് pistils fused. PISTILS. Pistils fused. Syncarpus. SYNCARPOUS. Then pistils free. Pistils free. Apocarpus. APOCARPOUS. APOCARPOUS. അടുത്ത ഒരു സെന്റൻസ് എഴുതുക, ഈച്ച് pistil has 3 parts. Stigma, style and ovary. Stigma, style and ovary. Inside the ovary, placenta is present. PLACENTA. Placenta is present. From the placenta, ovule, OVULE, ovule or megasporangia, MEGASPORANGIA, megasporangia is developed. ഓക്കെ, അപ്പോൾ ഓവ്യൂളിൻ്റെ മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം എന്നാണ് ഓവ്യൂളിൻ്റെ മറ്റൊരു പേര്. ഇനിയും നമ്മൾ ഓവറിക്കുള്ളിലേക്ക് പോകുന്നു. ഓവറിക്കുള്ളിലേക്ക് പോയപ്പോൾ നമ്മൾ ഓവറിയുടെ ഭിത്തിയോട് ചേർന്ന് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആയിട്ടുള്ള പ്ലാസന്റ കാണുന്നുണ്ട്. ഈ പ്ലാസന്റയിൽ നിന്ന് ചെറിയ ബട്ടൺസ് പോലെ എന്ത് ഡെവലപ്പ് ചെയ്തു വരും?
ഓവ്യൂള് ഡെവലപ്പ് ചെയ്തു വരും. ഇനിയും ഒരു ഓവ്യൂളിൻ്റെ സെക്ഷൻ എടുത്തു നോക്കിയാൽ, LS എടുത്തു നോക്കിയാൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അടുത്ത പേജിൽ LS ഓഫ് ഓവ്യൂൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നോക്കുക, ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ഓവ്യൂളിന് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ തണ്ടുണ്ട്. ആ തണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു വാല് പോലെ ഒരു തണ്ട്, ഫ്യൂണിക്കിൾ. ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന ഭാഗമാണ് ഓവറിയുടെ പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറിയുടെ പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഫ്യൂണിക്കിൾ. അത് കഴിഞ്ഞ് ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഹൈലം. ഹൈലം എന്ന് പറഞ്ഞാൽ ഓവറിയുടെ ബോഡിയും ഫ്യൂണിക്കിളും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ആ പോയിന്റിനെ അല്ലെങ്കിൽ റീജിയനെ വിളിക്കുന്ന പേരാണ് ഹൈലം. ഹൈലം എന്ന് പറഞ്ഞാൽ ഓവറിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ റൗണ്ട് പാർട്ട്. അപ്പോൾ ഓവറിയുടെ ബോഡിയും ഫ്യൂണിക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഹൈലം. ഇനി മറ്റൊരു കാര്യം, ഓവറിയെ പൊതിഞ്ഞുകൊണ്ട് 1 2 കവറിങ്ങുകൾ കാണും. ഈ കവറിങ്ങുകളെ വിളിക്കുന്ന പേരാണ് ഇൻറ്റഗുമെന്റ്സ്. നിങ്ങൾക്ക് അവിടെ കാണാം, ഇൻറ്റഗുമെന്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയേക്കുന്നത് ഔട്ടർ ഇൻറ്റഗുമെന്റ് എന്നും ഇന്നർ ഇൻറ്റഗുമെന്റ് എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 ഇൻറ്റഗുമെന്റ്സ് കാണാം, കണ്ടല്ലോ. അപ്പോൾ ഓവറിയെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇൻറ്റഗുമെന്റ് എന്ന് പറയുന്നത്. സോറി, ഓവറി അല്ല, ഓവ്യൂളിന്. ഇൻറ്റഗുമെന്റ് ഇവിടെ 2 ഇൻറ്റഗുമെന്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇൻറ്റഗുമെന്റ്സ് കംപ്ലീറ്റ്ലി ഓവ്യൂളിനെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് മാത്രം കവർ ചെയ്യുന്നില്ല, അവിടെ ഒരു ഹോള് പോലെ കാണുന്നു. ആ ഭാഗത്തിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൈക്രോപൈൽ. മൈക്രോപൈലാർ ഓപ്പണിംഗ് എന്നൊക്കെ പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓവ്യൂളിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റഗുമെന്റ്സ് കവർ ചെയ്യും, പക്ഷെ ഒരു ഭാഗത്ത് മാത്രം കവർ ചെയ്യത്തില്ല. ആ കവർ ചെയ്യാത്ത ഭാഗത്ത് ഒരു ഹോള് പോലെ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരുന്നു? മൈക്രോപൈൽ. ഈ ഓവ്യൂളിൻ്റെ മൈക്രോപൈല് ഉള്ള ഭാഗത്തിനെ മൈക്രോപൈലാർ റീജിയൺ എന്നും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം, ഇവിടെ ആ ഡയഗ്രത്തിൻ്റെ മുകൾ ഭാഗം, ചലാസ എന്നുമാണ് പറയുന്നത്. അപ്പം ചലാസ എന്ന് പറയുന്നത് ഓവ്യൂളിൻ്റെ മൈക്രോപൈലിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം. അപ്പോൾ ഏത് ഭാഗത്താണോ മൈക്രോപൈൽ കാണുന്നത് ആ ഭാഗത്തെ മൈക്രോപൈലാർ റീജിയൺ എന്നും, ഏത് ഭാഗത്താണോ ഈ മൈക്രോപൈലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തിനെ ചലാസ എന്നും പറയും. ക്ലിയർ ആയല്ലോ? ഇനിയും ഈ ഇൻറ്റഗുമെന്റിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നിങ്ങൾ കാണുന്നുണ്ട്, ആ ഇൻറ്റഗുമെന്റിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറേ സെൽസ് വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസെല്ലസ്, അല്ലേ? അപ്പോൾ ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഒരു ന്യൂട്രീറ്റീവ് ടിഷ്യൂ, ഒരു ടിഷ്യൂ എവിടെ കാണുന്നു? ഇൻറ്റഗുമെന്റിൻ്റെ ഉള്ളിലായിട്ട് കാണും, ഓവ്യൂളിൽ, അല്ലേ? ഈ ന്യൂസെല്ലസിൽ നിന്നാണ് പിന്നീട് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ഹൈലം, എഴുതിയാട്ട് ഹൈലം, HILUM, ഹൈലം. ബോഡി ഓഫ് ദി ഓവ്യൂൾ ഫ്യൂസസ് വിത്ത് ഫ്യൂണിക്കിൾ ഇൻ എ റീജിയൻ കോൾഡ് ഹൈലം. ബോഡി ഓഫ് ദി ഓവ്യൂൾ fuses with funicle in a region called hilum. Then another one, chalasa, 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 opposite part of micropyle, opposite part of micropyle. Then nucellus,
NUCELLUS, nucellus. Mass of cells present inside the integuments. Mass of cells present inside the integuments. അടുത്ത ഒരു സെന്റൻസ് കൂടെ എഴുതുക. The female gametophyte or embryo sac develops from the nucellus. The female gametophyte or embryo sac develops from the nucellus. Gametophyte spelling GAMETOPHYTE. So female gametophyte or embryo sac develops from the nucellus. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മെഗാസ്പോറോജെനിസിസ് എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. മെഗാസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ്. നമ്മൾ നേരത്തെ മൈക്രോസ്പോറോജെനിസിസ് പറഞ്ഞതുപോലെ ഇവിടെ മെഗാസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ്. അവിടെ ആ മെഗാസ്പോറോജെനിസിസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് എഴുതിയേക്കുന്നതിൽ മെഗാസ്പോറോജെനിസിസ് എന്നുള്ളതിന്റെ മുകളിലോട്ട് എഴുതിക്കോണം. അതിന്റെ ഡെഫിനിഷൻ: ദി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർസ്. പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർസ്, അതാണ് മെഗാസ്പോറോജെനിസിസ്. നോക്കിയേ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മെഗാസ്പോർ ഉണ്ടാകുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ അടുത്ത പേജിലേക്ക് പോയാൽ, അതായത് B11 എന്ന് പറയുന്ന പേജിലേക്ക് നിങ്ങൾ പോയാൽ, ആ B11 നോക്കിയേ, മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് താഴെയുണ്ട്, കണ്ടോ? അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു സെല്ലാണ്. നോക്കുക, ഈ സെല്ലെന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ന്യൂസെല്ലസിനകത്തുള്ള ഒരു സെല്ലാണ്. ന്യൂസെല്ലസിന്റെ മൈക്രോപൈലാർ റീജിയണിൽ കാണുന്ന ഒരു സെല്ല്. നോക്കുക, ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഓവ്യൂളിനകത്ത് കാണുന്ന ഒരു മാസ് ഓഫ് സെൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂസെല്ലസിന്റെ മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് വർക്ക് ചെയ്യും. ഓർക്കുക, ന്യൂസെല്ലസിൽ കാണുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെൽ, വീണ്ടും പറയുന്നു, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ് അല്ലേ? ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് എന്തായിട്ട് പ്രവർത്തിക്കുന്നു? മെഗാസ്പോർ മദർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഈ മെഗാസ്പോർ മദർ സെല്ലിന് ശ്രദ്ധിക്കുക, നമ്മൾ ആ ഡയഗ്രത്തിലോട്ട് വരുന്നേ ഉള്ളൂ. മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 സെൽസ് ഉണ്ടാകും. ഈ 4 സെൽസിനെ വിളിക്കുന്ന പേരാണ് മെഗാസ്പോർസ്. അപ്പൊ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടായി. ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ എന്തായിരുന്നു? ന്യൂസെല്ലസിനകത്തുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാകും. ഓക്കെ, മെഗാസ്പോർസ് എന്നൊക്കെ പറഞ്ഞാൽ സെൽസ് തന്നെയാണ്. ഈ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസിൽ 3 ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. ബാക്കി 1 മാത്രം നിലനിൽക്കുന്നു. ഈ നിലനിൽക്കുന്നതിനെ നമ്മൾ പറയുന്നത് ഫങ്ഷണൽ മെഗാസ്പോർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ മെഗാസ്പോർ അവിടെ നിലനിൽക്കുന്നു. ഈ ഹാപ്ലോയിഡ് ഫങ്ഷണൽ മെഗാസ്പോർ ആണ് പിന്നീട് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. ഈ ഫങ്ഷണൽ മെഗാസ്പോറിനകത്ത് ഒരു സെല്ലാണത്, അതിനകത്ത് ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ്, ഈ ഫങ്ഷണൽ മെഗാസ്പോറിനകത്തുള്ള
ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടാകും. മൈറ്റോസിസ് ആണ് അവിടെ നടക്കുന്നത്. ഡിവൈഡ് ചെയ്ത് രണ്ടാകുന്നു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് 2 ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോസാക്ക് എന്ന് ഇനി മുതൽ വിളിച്ചു തുടങ്ങും. ഫങ്ഷണൽ മെഗാസ്പോർ അല്ല, ഇനി അതിനെ എന്ത് വിളിക്കും? 2 ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോസാക്ക്. അതാണ് ഇവിടെ ആ ഡയഗ്രത്തിൽ ആദ്യം കൊടുത്തേക്കുന്നത്. 2 ന്യൂക്ലിയസ് കാണാമല്ലോ മുകളിലും താഴെയായിട്ട്. ഈ 2 ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടല് 4 ന്യൂക്ലിയസ് ആയി. അപ്പോൾ നമ്മളതിനെ 4 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് എന്ന് പറയും. വീണ്ടും ആ 4 ന്യൂക്ലിയസ് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ മൊത്തം എത്ര ആയി? 8 ന്യൂക്ലിയസ്. കാണുന്നുണ്ടല്ലോ, 4 ന്യൂക്ലിയസ് മുകളിലും 4 ന്യൂക്ലിയസ് താഴെയുമായിട്ട് 8 ന്യൂക്ലിയസ്. അപ്പോൾ അതിനെ നമുക്ക് 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് എന്ന് വിളിക്കാം. ഇനി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ ന്യൂക്ലിയസുകൾ സെന്ററിലോട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ മുകളിൽ 3 ന്യൂക്ലിയസ്, താഴെ 3 ന്യൂക്ലിയസ്, നടുക്ക് 2 ന്യൂക്ലിയസ്. ഈ മുകളിലൊന്നും താഴെയൊന്നും പറയരുത്. ടെക്നിക്കലി എങ്ങനെയാ പറയേണ്ടത്? മൈക്രോപൈലാർ എൻഡിൽ 3 ന്യൂക്ലിയസ്, ചലാസൽ എൻഡിൽ 3 ന്യൂക്ലിയസ്, സെന്ററിൽ 2 ന്യൂക്ലിയസ് അല്ലേ? ഇനി പതുക്കെ എന്ത് പറ്റും? സെൽ വോൾ ഫോർമേഷൻ നടക്കും. ഈ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോർമേഷൻ നടന്ന് സെൽസ് ആയിട്ട് മാറുക. ഓക്കെ, മൈക്രോപൈലാർ റീജിയനിലോട്ട് പോയാൽ, അപ്പൊ ഇവിടെ മൈക്രോപൈലാർ റീജിയൻ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ കൊടുത്തേക്കുന്നത്, മൈക്രോപൈലാർ റീജിയൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് മുകളിലത്തെ ഭാഗമാണ്. ആദ്യത്തെ ഡയഗ്രത്തിൽ, അതായത് 1, 2, 3, 4ാമത്തെ ഡയഗ്രത്തിൽ മൈക്രോപൈലാർ റീജിയൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന, മൈക്രോപൈലാർ റീജിയൻ കൊടുത്തേക്കുന്ന മുകളിലാണ്. പക്ഷെ 5ാമത്തെ ഡയഗ്രത്തിൽ മൈക്രോപൈലാർ റീജിയൻ താഴെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. തിരിഞ്ഞു പോകരുത്. അപ്പൊ ഇവിടെ ആ മൈക്രോപൈലാർ റീജിയനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്രോപൈലാർ റീജിയനിലും 4 ന്യൂക്ലിയസുകളുണ്ട്, ചലാസൽ റീജിയനിലും 4 ന്യൂക്ലിയസുകളുണ്ട് അല്ലേ? മൈക്രോപൈലാർ റീജിയനിലുള്ള 4 ന്യൂക്ലിയസുകളിൽ 1 ന്യൂക്ലിയസ് സെന്ററിലോട്ട് വന്നു. ചലാസൽ റീജിയനിലുള്ള 4 ന്യൂക്ലിയസിൽ നിന്ന് 1 ന്യൂക്ലിയസ് സെന്ററിലോട്ട് വന്നു. ഇപ്പോൾ മൈക്രോപൈലാർ റീജിയനിൽ 3 ന്യൂക്ലിയസ്, ചലാസൽ റീജിയനിൽ 3 ന്യൂക്ലിയസ്, സെന്ററിൽ 2 ന്യൂക്ലിയസ്. ഇനിയും സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നു. സെൽ വോൾ ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ന്യൂക്ലിയസിന് ചുറ്റുമെല്ലാം സെൽ വോൾ ഉണ്ടാകുക. അപ്പോൾ മൈക്രോപൈലാർ റീജിയനിൽ 3 സെല്ലാവും, ചലാസൽ റീജിയനിൽ 3 സെല്ലാവും, നടുക്ക് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലുമാണ് ആവുന്നത്. അപ്പോൾ മൈക്രോപൈലാർ റീജിയനിൽ 3 സെല്ലായി, ചലാസൽ റീജിയനിൽ 3 സെല്ലായി, നടുക്കല്ലെങ്കിൽ സെൻട്രൽ സെല്ല് അതെന്തായി? 2 ന്യൂക്ലിയസുകൾ ചേർന്ന ഒരു സെല്ലായി. ഈ 2 ന്യൂക്ലിയസുകളെയും സെക്കൻഡറി ന്യൂക്ലിയസ് എന്നൊരു പേരും കൂടി പറയും. ഈ 2 ന്യൂക്ലിയസുകൾ ഉണ്ടല്ലോ, സെൻട്രലിലോട്ട് വന്ന സെൻട്രൽ സെല്ലിനകത്തുള്ള 2 ന്യൂക്ലിയസുകളെയും സെക്കൻഡറി ന്യൂക്ലിയസ് എന്നൊരു പേരും കൂടി പറയും. ഇനിയും മൈക്രോപൈലാർ റീജിയണിൽ 3 സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ഈ 3 സെല്ലുകളെയും കൂടെ ചേർത്ത് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നു. ആ എഗ് അപ്പാരറ്റസിന്റെ സെൻട്രലിലുള്ള സെല്ലാണ് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 സെല്ലുകളെയാണ് സൈനർജിഡ്സ് എന്ന് പറയും. ഓപ്പോസിറ്റ് എൻഡിൽ അല്ലെങ്കിൽ ചലാസൽ എൻഡിലുള്ള 3 സെല്ലുകളെ ആന്റിപോഡൽസ് എന്ന് പറയും. ആന്റിപോഡൽസിനൊന്നും പിന്നീട് കാര്യമായിട്ടുള്ള ഫംഗ്ഷൻ ഒന്നുമില്ല, അത് പിന്നീട് നശിച്ചു പോവും. നടുക്ക് സെൻട്രൽ സെല്ല്, ആ സെൻട്രൽ സെല്ല് 2 ന്യൂക്ലിയസ്. ഇതാണ് എംബ്രിയോസാക്ക് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈ അവസ്ഥയിലോട്ട് മാറും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു എംബ്രിയോസാക്കിന്റെ ഡയഗ്രമാണ് ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ ഏറ്റവും അടിയിലത്തെ ഡയഗ്രത്തിൽ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അവിടെ ഓർത്തിരിക്കുക, അവിടെ മൈക്രോപൈലാർ എൻഡ് താഴെയും ചലാസൽ എൻഡ് മുകളിലുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ അറിയാം, 2 സൈനർജിഡ്സ് കാണിച്ചിട്ടുണ്ട്, എഗ്ഗ് കാണിച്ചിട്ടുണ്ട് അല്ലേ? പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് 2 ന്യൂക്ലിയസുകൾ സെൻറ്ററിലോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? അതിനെ തന്നെയാണ് ഇവിടെ പോളാർ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ സെല്ല് കാണിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? ഈ ഡയഗ്രാം വെച്ച് തന്നെ വേണമെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കുക, ഇവിടെ ആ ഡയഗ്രത്തിൽ തന്നെ നടുക്കുള്ള 3 ഡയഗ്രാംസ് ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് താഴെയുള്ള ഡയഗ്രാം ശ്രദ്ധിക്കുക.
അവിടെ മെഗാസ്പോർ മദർ സെൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ന്യൂസെല്ലസിലുള്ള ഒരു സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നത്. മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്ന് ആദ്യം 2 മെഗാസ്പോർസ് ഉണ്ടാകുന്നു, മെഗാസ്പോർ ഡയാഡ്. പിന്നെ 4 മെഗാസ്പോർസ് ഉണ്ടാകുന്നു, അതാണ് മെഗാസ്പോർ ടെട്രാഡ് എന്ന് കാണിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? മിയോസിസ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു സെല്ലിൽ നിന്ന് 4 സെൽ ഉണ്ടാകത്തില്ലേ? ആദ്യം 2 സെൽ ഉണ്ടാകും, പിന്നെ വീണ്ടും 2 സെല്ലും കൂടി, അങ്ങനെ ടോട്ടൽ 4 സെല്ലുകൾ. ആ 4 സെല്ലുകളാണ് ഇവിടെ മെഗാസ്പോർ ടെട്രാഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനിയും ഈ മെഗാസ്പോർ ടെട്രാഡിൽ അല്ലെ 4 മെഗാസ്പോർസിൽ 3 എണ്ണം എന്ത് ചെയ്യുന്നു? ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഒരെണ്ണം മാത്രം നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷണൽ മെഗാസ്പോർ അല്ലേ? അപ്പൊ ഫങ്ഷണൽ മെഗാസ്പോർ എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലാണ്. ഇനി എന്ത് ചെയ്യും? ഈ ഫങ്ഷണൽ മെഗാസ്പോറിലെ ന്യൂക്ലിയസ്, ഓർക്കണം ഫങ്ഷണൽ മെഗാസ്പോർ ഒക്കെ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. മിയോസിസ് നടന്നുണ്ടായതല്ലേ? യെസ്. അപ്പോൾ ഈ ഫങ്ഷണൽ മെഗാസ്പോറിനകത്തുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആണ്. ഇനി നമ്മൾ അതിനെ എന്ത് വിളിക്കും? എംബ്രിയോസൈറ്റ്. അപ്പോൾ എന്തായി? 2 ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോസൈറ്റ്. അതിലെ 2 ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 4 ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോസാക്കായി. വീണ്ടും ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 8 ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോസാക്കായി. ഇപ്പം ഈ എംബ്രിയോസാക്കിനകത്ത് ഈ 8 ന്യൂക്ലിയസുകളും എവിടെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടേക്കുന്നത്? 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെയും. ഈ മുകളിലും താഴെയും എന്നുള്ളതിന് പകരം ടെക്നിക്കലി എന്ത് പറയണമെന്നാണ് പറഞ്ഞേ? മൈക്രോപൈലാർ റീജിയനിൽ 4 ന്യൂക്ലിയസ് ഉണ്ട്, ചെലാസൽ റീജിയനിൽ 4 ന്യൂക്ലിയസ് ഉണ്ട്. മൈക്രോപൈലാർ റീജിയനിൽ നിന്ന് ഒരു ന്യൂക്ലിയസ് സെൻറ്ററിലോട്ട് വരും, ചെലാസൽ റീജിയനിൽ നിന്ന് ഒരു ന്യൂക്ലിയസ് സെൻറ്ററിലോട്ട് വരും. ഈ സെൻറ്ററിലോട്ട് വരുന്ന ന്യൂക്ലിയസിനെ പോളാർ ന്യൂക്ലിയസുകളെന്ന് വിളിക്കാം. ഓക്കെ. ഇനിയും നോക്കുക. അപ്പോൾ ഇപ്പോൾ എത്ര വിധമായി? 3 ന്യൂക്ലിയസ് മൈക്രോപൈലാർ റീജിയനിൽ, 3 ന്യൂക്ലിയസ് ചെലാസൽ റീജിയനിൽ, 2 ന്യൂക്ലിയസ് സെൻറ്ററിൽ. അടുത്ത സ്റ്റെപ്പ് എന്താ? സെൽ വോൾ ഫോർമേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? മൈക്രോപൈലാർ റീജിയനിൽ 3 സെൽസായി, ചെലാസൽ റീജിയനിൽ 3 സെൽസായി, സെൻറ്ററിൽ 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലായി. മൈക്രോപൈലാർ റീജിയനിലുള്ള 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിൻ്റെ സെൻറ്ററിലുള്ള സെല്ലാണ് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ്. സൈഡിലുള്ള 2 സെല്ലുകളെ സൈനർജിഡ്സ് എന്ന് പറയും. ചെലാസൽ എൻഡിലുള്ള 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. നടുക്ക് സെൻട്രൽ സെൽ, അതിനകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ട്? മറന്നുപോകരുത്, 2 ന്യൂക്ലിയസ്. അപ്പോൾ മൊത്തം എംബ്രിയോസാക്ക് എടുത്ത് നോക്കിയാൽ എത്ര സെല്ലാണ് ഇവിടെ ഉള്ളത്? എത്ര സെല്ലാണ് ഉള്ളത്? എഗ് അപ്പാരറ്റസ് 3 സെൽസ്, പിന്നെ ഏതാ? ആൻറ്റിപോഡൽസ് 3 സെൽസ്, 3 3 6 അല്ലേ? നടുക്ക് സെൻട്രൽ സെൽ 7. മൊത്തത്തിൽ എത്ര സെല്ലാണ് അപ്പോൾ എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിലുള്ളത്? 7 സെൽസ്. ന്യൂക്ലിയസ് എത്ര എണ്ണം ഉണ്ട്? സൈനർജിഡ്സും എഗ്ഗും കൂടെ ചേർന്ന് വരുന്ന എഗ് അപ്പാരറ്റസിൽ 3 ന്യൂക്ലിയസ് അല്ലേ മൊത്തത്തിൽ. ആൻറ്റിപോഡൽസ് 3 സെൽസിലും കൂടെ 3 ന്യൂക്ലിയസ്, 6 ആയില്ലേ? സെൻട്രൽ സെല്ലിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ്. മൊത്തത്തിൽ എത്ര ആയപ്പോൾ? 8 ന്യൂക്ലിയസ്. അപ്പൊ എംബ്രിയോസാക്കിൽ ഓർത്തിരിക്കണം, 7 സെല്ലും 8 ന്യൂക്ലിയസും ഉള്ള ഒരു സ്ട്രക്ചറാണ് എംബ്രിയോസാക്ക്. ഓക്കെ, എംബ്രിയോസാക്ക് ഈസ് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റ്. മറന്നു പോകരുത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ സൈനർജിഡ്സിൻ്റെ റീജിയൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈനർജിഡിൻ്റെ അവിടെ നോക്കിയാൽ അറിയാം, അതിൻ്റെ പുറകിലായിട്ടാണ് എഗ് ഇരിക്കുന്നത് അല്ലേ. ഈ സൈനർജിഡ്സിൻ്റെ സെൽ വോളിന് ഒരു പ്രത്യേക രീതിയിൽ തിക്കനിങ് ഉണ്ടായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നുണ്ട്. കട്ടിയായിട്ട് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നുണ്ട്. ഈ ഫിലിഫോം അപ്പാരറ്റസിലൂടെയാണ് പിന്നീട് പോളൻ ട്യൂബ് കടന്നു വരുന്നത്. പോളൻ ട്യൂബ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഇപ്പോൾ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എന്തുകൊണ്ടാണ് അതിനെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് എംബ്രിയോസാക്ക് എന്ന് വിളിക്കുന്നതെന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ് ആ രണ്ട് പേരും വന്നേക്കുന്നത്? ഫീമെയിൽ ഗാമീറ്റ് അതിലുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ്ഗ് അല്ലേ? ഈ എഗ്ഗിൻ്റെ കൂട്ടത്തിൽ എന്ത് ചേരും? പിന്നീട് മെയിൽ ഗാമീറ്റ് ചേരും. മെയിൽ ഗാമീറ്റ് ചേർന്ന് അതെന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും. ആ സൈഗോട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? എംബ്രിയോ സാക്ക്. സോ എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ് ഈ രീതിയിലാണ് നടക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനിയും അടുത്ത പേജിലേക്ക് പോവുക. അടുത്ത പേജിൽ ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. അതിൽ ഡിവൈസസ് ഫോർ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെൻറ്റൻസ് പറയുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ളതല്ല, അത് വേണ്ട. ഡിവൈസസ് ഫോർ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സെനോഗമി എന്ന് പറയുന്നുണ്ട്. അത് വേണ്ടതാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഒരു കാര്യം കൂടി എഴുതണം, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതേണ്ടതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. OUTBREEDING, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. നമുക്കറിയാം ഒരുപാട് ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒരേ ഫ്ലവറിൽ തന്നെ കാണുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലേ, അതാണ് ബൈസെക്ഷൽ. ഈ ബൈസെക്ഷൽ ഫ്ലവേഴ്സിലൊക്കെ സെൽഫിങ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ സെൽഫിങ് നടന്നു കഴിഞ്ഞാലുള്ള കാര്യം എന്താ? സെൽഫിങ് അല്ലെങ്കിൽ ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഓട്ടോഗമിയിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളൊക്കെ പേരൻറ്റുമായിട്ട് 100% സിമിലർ ആയിരിക്കും. നേച്ചർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സിമിലാരിറ്റി ഉള്ള ഓസ്പ്രിങ്സ് അല്ല, വ്യത്യസ്തതയുള്ള ഓസ്പ്രിങ്സിനെയാണ് നേച്ചർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെൽഫ് പോളിനേഷൻ തടയുന്നതിനും മാക്സിമം രണ്ട് വ്യത്യസ്ത ചെടികൾക്കിടയിൽ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കുന്നതിനും പ്ലാന്റ്സിൽ തന്നെ ചില മെക്കാനിസംസ് ഉണ്ട്. ഇതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി പരമാവധി തടയുന്നതിനും ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സെനോഗമി പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ചെടികളിൽ കാണുന്ന ചില സവിശേഷമായ പ്രത്യേകതകൾക്കാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇപ്പോൾ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ഡയേഷ്യസ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ, ഇത് രണ്ടും നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുന്നോ? യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനോ ഏതെങ്കിലും ഒന്ന് മാത്രം കാണുന്ന അവസ്ഥയാണ് യൂണിസെക്ഷൽ അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനോ ഒന്ന് മാത്രമേ ഒരു ഫ്ലവറിൽ കാണുന്നുള്ളൂ എങ്കിൽ അത്തരം ഫ്ലവേഴ്സാണ് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവറിൻ്റെ കേസിൽ മെയിൽ ഫ്ലവറും കാണും ഫീമെയിൽ ഫ്ലവറും കാണും അല്ലേ? മെയിൽ ഫ്ലവറിൽ ആൻഡ്രീഷ്യവും ഫീമെയിൽ ഫ്ലവറിൽ ഗൈനീഷ്യവുമായിരിക്കും ഉണ്ടായിരിക്കും. ഡയേഷ്യസ് എന്താണ്? ഒരു ചെടിയിൽ മെയിൽ ഫ്ലവർ മാത്രമേ കാണത്തുള്ളൂ, അടുത്ത ചെടിയിലോ ഫീമെയിൽ ഫ്ലവർ മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഡയേഷ്യസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഒരു ചെടിയിൽ മെയിൽ ഫ്ലവർ മാത്രം, അടുത്ത ചെടിയിലോ മറ്റൊരു ചെടിയിലായിരിക്കും ഫീമെയിൽ ഫ്ലവർ കാണുന്നത്. നോക്കുക, അപ്പോൾ ഈ യൂണിസെക്ഷൽ ഡയേഷ്യസ് കണ്ടീഷൻ ആണെങ്കിൽ ഒരു ചെടിയിൽ മെയിൽ ഫ്ലവറും കാണും, മറ്റൊരു ചെടിയിലെ ഫീമെയിൽ ഫ്ലവർ കാണത്തുള്ളൂ. അപ്പോൾ രണ്ട് ചെടികൾക്കിടയിലല്ലേ അവിടെ പോളിനേഷൻ സാധ്യമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട് ബ്രീഡിങ് അല്ലെങ്കിൽ ക്രോസ് പോളിനേഷനെ സഹായിക്കുമല്ലോ. അടുത്തത്, ഒരു ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിൽ, അതായത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അതിലുണ്ടെങ്കിൽ അതിൻ്റെ ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത സമയങ്ങളിൽ മെച്ചുറാകുക. ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു ഫ്ലവറിൻ്റെ തന്നെ ആന്തർ മെച്ചുറായിട്ട് അതിൻ്റെ പോളൻ ഗ്രെയിൻസ് പുറത്തു വരുന്ന സമയത്ത് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ മെച്ചുറാകാതിരിക്കുക. സ്റ്റിഗ്മ മെച്ചുറായിട്ടുള്ള ഒരു സ്റ്റിഗ്മയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പുറത്ത് പോളൻ ഗ്രെയിൻ വന്ന് വീണ് അതിന് കിളിക്കാനും. ഓക്കെ, പോളൻ ഗ്രെയിൻ കിളിച്ചെങ്കിൽ മാത്രമേ ഫർദർ ഫെർട്ടിലൈസേഷൻ്റെ സ്റ്റെപ്സിലേക്കൊക്കെ കാര്യങ്ങൾ പോകത്തുള്ളൂ.
അപ്പോൾ ഒരു ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ തന്നെ ആന്തർ മെച്ചുവർ ആകുന്ന സമയത്ത് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുന്നില്ല, അല്ലെങ്കിൽ സ്റ്റിഗ്മ മെച്ചുവർ ആകത്തില്ല. അങ്ങനെ ഒരു ടെക്നിക്ക് വെച്ചേക്കുക. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു ചെടിയുടെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ എന്തായിരിക്കുകയും ചെയ്യും? ആ സമയത്ത് ഈ പോളൻ ഗ്രെയിനിനെ സ്വീകരിക്കാൻ റിസെപ്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. നോക്കുക, നേച്ചറിൻ്റെ ടെക്നിക്കുകൾ എന്തുമാത്രമാണ്. സോ ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ മെച്ചുവർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ മെച്ചുവർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഫ്ലവറിൻ്റെ ആന്തർ മെച്ചുവർ ആകുന്ന സമയത്ത് സ്റ്റിഗ്മ മെച്ചുവർ ആകത്തില്ല. ആന്തറും സ്റ്റിഗ്മയും രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ മെച്ചുവർ ആകുന്നു. മറ്റൊന്ന് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ടു പ്രിവെൻറ്റ് പോളൻ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനിതകപരമായിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഈ ജനിതകപരമായിട്ടുള്ള മെക്കാനിസം ഒരു പ്ലാന്റിൻ്റെ തന്നെ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീണാലും ജനിതകപരമായ ചില കാരണങ്ങളാൽ അവിടെ സ്റ്റിഗ്മയിലിരുന്ന് ഈ പോളൻ ഗ്രെയിനിന് കിളിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? കാരണം എന്താ? അവിടെ ആ പോളൻ ഗ്രെയിനിൻ്റെ ജനിതഘടനയും ആ സ്റ്റിഗ്മയിലുള്ള സെൽസിൻ്റെ ജനിതഘടനയും തമ്മിൽ സാമ്യങ്ങളുണ്ടല്ലേ? കാരണം ഒരേ ഫ്ലവറിൻ്റെ തന്നെയല്ലേ, ഒരേ ചെടിയുടെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ജനിതകപരമായിട്ട് സാമ്യങ്ങളുണ്ടെങ്കിൽ അത്തരം ചെടികളിൽ ചില മെക്കാനിസംസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ജനിതകപരമായിട്ട് സാമ്യമുള്ള പോളൻ ഗ്രെയിനിന് അതേ ജനിതഘടനയുള്ള ഒരു സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ജനിതക അറേഞ്ച്മെൻറ്റ്. ഇതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയുള്ള മെക്കാനിസമാണത്. മറ്റൊന്ന് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. നോക്കുക, എന്താണ് ആ മെക്കാനിസം നോക്കി. ആന്തർ ഒരു ഫ്ലവറിൻ്റെ താഴെ ആയിരിക്കുന്നതെങ്കിൽ സ്റ്റിഗ്മ കുറേ മൂടിക്കൊണ്ട് വെക്കുക. അപ്പോൾ ആന്തറിൽ നിന്ന് കാറ്റടിച്ചൊക്കെ പോവുകയാണ് പോളൻ ഗ്രെയിൻസ് എങ്കിൽ അത് അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ ആന്തറിനെ താഴെ വെക്കുന്നു, സ്റ്റിഗ്മയെ കുറച്ച് മുകളിൽ പൊസിഷൻ ചെയ്യും. അപ്പോൾ ഇതും എന്താണ്? ക്രോസ് പോളിനേഷനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആ ഡയഗ്രാം നോക്കി. LS ഓഫ് ഫ്ലവർ ഷോയിങ് ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് എന്ന് കാണിച്ചിരുന്നുണ്ടോ? അവിടെ എന്തുവാ സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പോളിനേഷൻ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? പോളിനേഷൻ എന്താണ്? ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ പോളിനേഷന് എന്താ നടക്കുന്നത്? അതിനെ നമ്മൾ പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് അവിടെ നടക്കുക. പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ, അതായത് ഒരു പ്രത്യേക സ്പീഷീസിൽപ്പെട്ട ചെടിയുടെ പോളൻ ഗ്രെയിൻസ് അതേ സ്പീഷീസിൽ തന്നെ പെട്ട ഒരു ചെടിയുടെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുമ്പോൾ ആ സ്റ്റിഗ്മയുടെ സർഫസിൽ കിടന്ന് ആ പോളൻ ഗ്രെയിൻസ് കിളിച്ച് അതിൽ നിന്ന് ഒരു പോളൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ടായി വരും. ഇതാണ് പോളിനേഷൻ നടക്കുന്നത്. പോളൻ ട്യൂബ് ഉണ്ടായി വരുന്നു. ഓർത്തിരിക്കേണ്ടത്, ഇവിടെ ഒരേ സ്പീഷീസിൽപ്പെട്ട ചെടിയുടെ പോളൻ ഗ്രെയിൻ അതേ സ്പീഷീസിൽ തന്നെ പെട്ട ഒരു ചെടിയുടെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വീണെങ്കിൽ മാത്രമേ പോളിനേഷൻ സാധ്യമാവുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ വീഴുന്ന പോളൻ ഗ്രെയിനും സ്റ്റിഗ്മയും തമ്മിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരുതരം മാച്ചിങ് പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട്. അവിടെ പോളൻ ഗ്രെയിനും സ്റ്റിഗ്മയും തമ്മിൽ മാച്ച് ചെയ്യണം. അവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരേ സ്പീഷീസിൽപ്പെട്ട ചെടിയുടെ പോളൻ ഗ്രെയിൻ അതേ സ്പീഷീസിൽ തന്നെ പെട്ട ഒരു ചെടിയുടെ സ്റ്റിഗ്മയിൽ പതിക്കുകയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുമെന്നും ആ കെമിക്കൽ റിയാക്ഷനാണ് ഈ പോളൻ ട്യൂബ് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് കാരണമാകുന്നതെന്നുമാണ് കരുതപ്പെടുന്നത്. അപ്പോൾ വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട വേറൊരു സ്പീഷീസിൽപ്പെട്ട പോളൻ ഗ്രെയിൻ വന്ന്
സ്റ്റിഗ്മയിൽ പതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തമ്മിൽ ചേരത്തില്ല. അവിടെ എന്ത് നടക്കത്തില്ല? റിയാക്ഷൻ നടക്കത്തില്ല, പോളൻ ട്യൂബ് ഉണ്ടാകത്തില്ല. അല്ലേ? നമുക്കറിയാം ചെടികളുടെ എല്ലാം ഫ്ലവേഴ്സ് ഇങ്ങനെ അന്തരീക്ഷത്തിലോട്ട് തുറന്നിരിക്കുകയല്ലേ, അല്ലേ? അപ്പോൾ സ്റ്റിഗ്മകൾ പല സ്പീഷീസിൽപ്പെട്ട ചെടികളുടെ സ്റ്റിഗ്മയും അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുകയാണ്. അപ്പോൾ കാറ്റടിച്ചിട്ട് പല സ്പീഷീസിൽപ്പെട്ട ചെടികളുടെ പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വീഴാം. പക്ഷേ ഇവിടെ ഈ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഉള്ളതുകൊണ്ട് മാച്ച് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ മാത്രമാണെങ്കിലേ, ഒരേ സ്പീഷീസിൽപ്പെട്ട ചെടിയുടെ പോളൻ ഗ്രെയിൻ മാത്രമാണെങ്കിലേ അത് സ്റ്റിഗ്മയിൽ വീണാൽ കിളിക്കത്തും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും സ്റ്റിഗ്മയിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ട്യൂബ് ഉണ്ടാവും, പോളൻ ട്യൂബ്. എന്നിട്ട് ആ പോളൻ ട്യൂബ് താഴോട്ട് വളർന്ന് സ്റ്റൈലിൽ കൂടെ വളർന്ന് ഓവറിക്കകത്ത് കയറി, ഓവറിക്കകത്ത് എന്തുകൊണ്ട്? ഓവ്യൂളുണ്ട്. ഓവ്യൂളിൻ്റെ നോക്കി മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിങ്ങിൽ കൂടെ കയറി സൈനർജിഡ്സിലുള്ള ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ കൂടെ, അതാണ് ഗൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യും, അല്ലേ? അതുവഴി എവിടെ എത്തും? എഗ്ഗിൻ്റെ അടുത്തെത്തും, ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ അടുത്തെത്തും. അപ്പോൾ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ ഇരുന്നാണ് പോളൻ ഗ്രെയിൻ കിളിച്ച് എന്തുണ്ടാകുന്നത്? പോളൻ ട്യൂബ് ഉണ്ടാകുന്നത്. പോളൻ ട്യൂബ് താഴോട്ട് സ്റ്റൈലിൽ കൂടെ വളർന്ന് ഓവറിയിലെത്തി ഓവ്യൂളിനുള്ളിൽ കയറും. ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പോളൻ ട്യൂബിനകത്ത് എന്തിരിപ്പുണ്ട്? പോളൻ ഗ്രെയിനകത്ത് എന്തുണ്ട്? 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്, അല്ലേ? ഉണ്ടല്ലോ. ഈ പോളൻ ഗ്രെയിനകത്തുള്ള മെയിൽ ഗ്യാമീറ്റ്സ് നേരെ ഈ പോളൻ ട്യൂബിൽ കൂടെ വന്ന് എവിടെ എത്തും? ഓവ്യൂളിനകത്തെത്തും. എന്നിട്ട് ഓവ്യൂളിനകത്തേക്ക് ഈ 2 മെയിൽ ഗ്യാമീറ്റ്സ് വന്ന് വീഴും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓവ്യൂളിനകത്ത് 2 മെയിൽ ഗ്യാമീറ്റ്സ് വന്ന് വീണിട്ടുണ്ട്. ഈ 2 മെയിൽ ഗ്യാമീറ്റ്സിൽ ഒരു മെയിൽ ഗ്യാമീറ്റ് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ചേരും. ഓർത്തിരിക്കണം, മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്, ഫീമെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. ഇത് തമ്മിൽ ചേർന്ന് സൈഗോട്ട് ഉണ്ടാവും. അവിടെ എഴുതിയിട്ടുണ്ട് സിൻഗമി എന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് മെയിൽ ഗ്യാമീറ്റ് പ്ലസ് ഫീമെയിൽ ഗ്യാമീറ്റ് ഗീവ്സ് സൈഗോട്ട്. ഫസ്റ്റ് മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്, ഫീമെയിൽ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആണ്. 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമീറ്റുകൾ തമ്മിൽ ചേർന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. ദെൻ അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് ഇല്ലേ? ഈ രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് നോക്കിയേ, സെൻട്രൽ സെല്ലില്, എംബ്രിയോസാക്കിന്റെ സെൻട്രൽ സെല്ലില് 2 ന്യൂക്ലിയസുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, പോളാർ ന്യൂക്ലിയസ്. ആ 2 പോളാർ ന്യൂക്ലിയസും കൂടെ അങ്ങ് ചേർന്നിട്ട് അവിടെ ഒരു ന്യൂക്ലിയസ് ആണ്. അതിനെയാണ് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ സെക്കൻഡറി ന്യൂക്ലിയസ് എന്താണ്? ഡിപ്ലോയിഡ് ആണല്ലേ? നോക്കി മനസ്സിലാവുന്നുണ്ടോ? അത് 2 പോളാർ ന്യൂക്ലിയസുകൾ സെന്ററിൽ വന്നിരിപ്പില്ലയോ, സെൻട്രൽ സെല്ലില്? അത് 2 എന്താണ്? ഹാപ്ലോയിഡ് ആണ്, അല്ലേ? അത് തമ്മിൽ അങ്ങ് ചേർന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യും. എന്നിട്ടുണ്ടാകുന്നതാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. എന്നിട്ടുണ്ടാകുന്നത് എന്താ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതെന്തായിരിക്കും? ട്രിപ്ലോയിഡ് ആണ്. എന്തുകൊണ്ടാണ്? സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് എഴുതിയിരിക്കുന്നത് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ചേർന്നുണ്ടായിട്ടുള്ള ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റും കൂടെ ചേരുകയാണ്. അപ്പോൾ ഡിപ്ലോയിഡ് പ്ലസ് ഹാപ്ലോയിഡ് ട്രിപ്ലോയിഡ്. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും. നോക്കുക, ഇതിനെ ഒരു പേര് പറയും ട്രിപ്പിൾ ഫ്യൂഷൻ. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷനും ട്രിപ്പിൾ ഫ്യൂഷനും. ഡബിൾ ഫെർട്ടിലൈസേഷൻ അകത്ത് വരുന്നതാണ് യഥാർത്ഥത്തിൽ സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ 2 തരം ഫ്യൂഷൻസ് അവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, ഒന്ന് സിൻഗമി, 2 ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സിൻഗമി എന്ന് പറയുന്നത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടെ ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്നത്, അതായത് യഥാർത്ഥ ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ചേർന്ന് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്? 3 ന്യൂക്ലിയസുകളോട് ഫ്യൂസ് ചെയ്യുന്നില്ലേ? എന്താണ്? മെയിൽ ഗ്യാമീറ്റിൻ്റെ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസ്, അല്ലേ? സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ന്യൂക്ലിയസുകൾ ചേർന്നതാണ്? 2 ന്യൂക്ലിയസ് ചേർന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ എത്ര ഉണ്ട്? 3 ന്യൂക്ലിയസുകളുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്?
3 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിൻഗമി ട്രിപ്പിൾ ഫ്യൂഷൻ 2 തരം ഫ്യൂഷൻസ് നടക്കുന്നത് കൊണ്ടും അതിനെ എന്ത് വിളിക്കുന്നു? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആർ 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൻ്റെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ഡബിൾ ഫെർട്ടിലൈസേഷനും ട്രിപ്പിൾ ഫ്യൂഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഇത് ക്ലിയറായിട്ട് വളരെ പ്രധാനപ്പെട്ട പോർഷൻസാണ്, നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയമോ തോന്നുകയാണെങ്കിൽ പേഴ്സണലായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.